പ്രിയമുള്ള മക്കളെ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഒന്നാം ക്ലാസ് അറബിക്കിൻ്റെ വാർഷിക പരീക്ഷാ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളാണ് സാറ് വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. നുലവിൻ വനസിൽ കളർ കൊടുത്തിട്ട് അത് ചേർക്കുകയും വേണം കേട്ടോ. അപ്പം ഏത് കളർ ഏതിനൊക്കെ കൊടുക്കും മക്കള്? ഏത് കളർ ഏതിനൊക്കെ കൊടുക്കും? ഇവിടെ അഹ്ദർ ഉണ്ട്. അഹ്ദർ ഏതാ കളറ്? പച്ച അല്ലേ? പച്ച കൊടുക്കാൻ പറ്റും നമുക്ക്. ഏതിനാ? ഈ ഇലയ്ക്ക് പച്ച കൊടുക്കാം അല്ലേ നമുക്ക്, അല്ലേ? പിന്നെയോ, പിന്നെ ഏതാ കളറ്? അസ്വദ്. അസ്വദ് കറുപ്പ്. കറുപ്പ് ഏതിന് കൊടുക്കാം? കറുപ്പ് നമുക്ക് ഈ മേഘത്തിന് കൊടുക്കണോ? അതവിടെ കാക്കയുണ്ട്, കാക്കയ്ക്കും വേണം കൊടുക്കാം അല്ലേ? കറുപ്പേ നമുക്ക് കാക്കയ്ക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ അഹ്ലർ ഇതിന് കൊടുക്കാം, അസ്വദ് നമ്മുടെ കാക്കയ്ക്ക് കൊടുക്കാം, അസ്ഫർ മഞ്ഞയല്ലേ, മഞ്ഞ നമ്മുടെ പഴത്തിന് കൊടുക്കാം, അഹ്മർ നമ്മുടെ റുമ്മാന് കൊടുക്കാം, അസറക്ക് നീല നമ്മുടെ മഴയ്ക്ക് കൊടുക്കാം, മഴയ്ക്ക് അല്ലേ? അപ്പൊ അതിനനുസരിച്ച് കളർ കൊടുക്കണം കേട്ടോ എല്ലാത്തിലും. അപ്പൊ ഇതിൽ കറുപ്പ് ഇങ്ങനെ അടിക്കണം, ഇവിടെ ചുവപ്പടിക്കണം, ഇവിടെ പച്ച അടിക്കണം, ഇവിടെയോ നീല അടിക്കണം അല്ലേ? നീല ഇങ്ങനെ കൊടുക്കണം. പിന്നെ ഇതില് മഞ്ഞ അടിക്കണം കേട്ടോ. അങ്ങനെ കളർ ചെയ്തിട്ടുണ്ടാവും. കളർ ചെയ്യുമ്പോഴാണ് ഉത്തരാവുക. ഓക്കെ, അടുത്ത പ്രവർത്തനം എന്താ? നുലാഹിദു വനുഇദ്ദു വനക്തുബ്. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇത് നോക്കിയിട്ട് എണ്ണം എഴുതണം. എത്ര റുമ്മാനുണ്ട്, എത്ര കാക്കയുണ്ട്, എത്ര പൂച്ചയുണ്ട് എന്ന് എഴുതണം അല്ലേ? എത്ര കാക്കയുണ്ട്? ആദ്യം ഇവിടെ റുമ്മാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? റുമ്മാനാണ് പറഞ്ഞിട്ടുള്ളത്. റുമ്മാൻ പറഞ്ഞുകൊണ്ട് വാഹിദ്, സ്നാനി, സലാസ, അർബ, ഹംസ, സിത്ത, സബ അല്ലേ? അപ്പൊ സബ എന്ന് നമ്മൾ ഇങ്ങനെ കൊടുക്കണം. ഇനി ഉറാബ് കാക്കയെ പറഞ്ഞുകൊണ്ട് വാഹിദ്, സ്നാനി, സലാസ, അർബ, സിത്ത അല്ലേ? അപ്പൊ സിത്ത് എന്ന് ഇവിടെ എഴുതണം. ഓക്കെ, പൂച്ചയോ വാഹിദ്, ഇസ്നാനി, രണ്ട് പൂച്ചയുണ്ട്, അപ്പൊ 2 എന്ന് കൊടുക്കണം. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം. ഇവിടെ പ്രവർത്തനത്തിന്റെ എണ്ണം തെറ്റിയിട്ടുണ്ട് കേട്ടോ മക്കളെ. 2, 3 വരുന്നുണ്ട്. ഒന്നാമത്തെ കഴിഞ്ഞ് ഇവിടെ വേറെ വന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. നഖ്താറു ഷാദ്, ഇതില് കൂട്ടത്തിൽ പെടാത്ത ഒറ്റയാനെ കണ്ടെത്തണം. മിഅ്തഫ് കോട്ട്, ഹദിയ സമ്മാനം, ബന്തലൂൻ പാൻറ്, ഖമീസ് ഷർട്ട്. ഏതാ വരിക? ഹദിയാണ് വരിക അല്ലേ? കാരണം ബാക്കിയൊക്കെ ഡ്രസ്സാണ്. ഹദിയ എന്ന് പറഞ്ഞാൽ സമ്മാനമാണ്, അതിൽ പെടില്ല. സൂസ് കോഴിക്കുഞ്ഞ്, തുഫാഹ ആപ്പിൾ, റുമാൻ പഴം, ഐനബ് മുന്തിരി. സൂസ പെടില്ല അല്ലേ? സൂസാണ് ഒറ്റയെ, ബാക്കിയൊക്കെ പഴമാണ് അല്ലേ? അടുത്തത് സയ്യാറ കാറ്, തൊയ്യാറ ഫ്ലൈറ്റ്, ഫീൽ ആന, ദറാജ സൈക്കിൾ അല്ലെ? ഫീലാണ് ഒറ്റയെ, കാരണം ബാക്കിയെല്ലാം വാഹനങ്ങളാണ്. ഓക്കെ, ഇനി ചിത്രങ്ങൾ ഒരു ശരിയായ പദത്തിന് ടിക്ക് കൊടുക്കണം. ഇവിടെ ഹമാമത്ത് ഉണ്ട്, യഅ്സൂബ് ഉണ്ട്. എന്താ ചിത്രം? യഅ്സൂബ് അല്ലെ? എന്താണ്? തുമ്പി. പിന്നെ ഇവിടെ കാറാണ്. കാറിന് എന്താ പറയാ? സയ്യാറയുണ്ട്, ഷാഹിനിയുണ്ട്. സയ്യാറയാണ് ശരി അല്ലേ? സയ്യാറയാണ് ശരി. അടുത്ത മൂന്നാമത്തെ നസിൽ ബിൽ മുനാസിബ്, യോജിച്ചയിലേക്ക് ചേർക്കണം. അസ്സലാമു അലൈക്കും, കൈഫൽ ഹാൽ, സബാഹുൽ ഖൈർ, ശുക്രൻ, സൈൻ, അൽഹംദുലില്ലാ, അഫ്വൻ, വഅലൈക്കും അസ്സലാം, സബാഹൻ നൂർ. എങ്ങനെ ചേർക്കാം? അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, കൈഫൽ ഹാൽ, സൈൻ, അൽഹംദുലില്ലാ, സബാഹുൽ ഖൈർ, സബാഹൻ നൂർ, ശുക്രൻ, അഫ്വൻ. ഇങ്ങനെ ചേർക്കാം അല്ലേ? സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് എത്ര? നാലാമത്തെ പ്രവർത്തനം 3 കഴിഞ്ഞു അല്ലേ? 3 കഴിഞ്ഞില്ലേ? 3 കഴിഞ്ഞു. 3ന്റെ ബാക്കിയാണ് സാർ ഇവിടെ എഴുതിയത് കേട്ടോ. നേരത്തെ ബി നമ്മൾ നമ്പർ എഴുതിയില്ലേ? ഇനി നാലാമത്തെ പ്രവർത്തനം നോക്കാം നമുക്ക്. നാലാമത്തെ ചിത്രം നിരീക്ഷിച്ച് പേര് പൂർത്തിയാക്കണം. ഇതെന്താണ്? ബൈത്ത്. അപ്പൊ ഇവിടെ ഏതക്ഷരം പോയിട്ടുള്ളത്? ബ എന്ന് എഴുതി കൊടുക്കണം അല്ലേ? ഇവിടെയോ മുന്തിരിയാണ്. മുന്തിരിക്ക് നമ്മൾ ഈനബ് എന്ന് ചേർക്കണം. ഇത് സമ്മാനം. സമ്മാനത്തിന് നമ്മൾ ഹദിയ എന്ന് പറയും, ഹാ ചേർക്കണം അല്ലേ? അല്ലേ മക്കളെ?
അടുത്ത ഇതാ പൂവാണ് അല്ലേ? പൂവിന് നമ്മള് വർദ്ധത്ത്. അപ്പൊ ഇവിടെ ഏതക്ഷരം പോയത്? വാ പോയി. വർദ്ധത്ത്. ഇതോ മൊബൈൽ ഫോൺ. അതിൽ നമ്മൾ ജ പോയി. ജവ്വാലിന്റെ ജ. ജവ്വാലിന്റെ ജ ചേർക്കണം. ഇതോ മാന് നമ്മള് ലബി. അപ്പൊ ലാ പോയി അല്ലേ? ലാ എന്ന് ചേർക്കണം. ലബി. ഓക്കെ, അതാണ് നാലാമത്തെ പ്രവർത്തനം. നാലാമത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. 4ന്റെ ബാക്കി നോക്കാം. ബാക്കിയുണ്ട് ഇവിടെ. എന്താണ്? ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവയുടെ ശരിയായ പേരെടുത്ത് എഴുതാം. കമീസ് ഷർട്ട്, ഖിതാർ ട്രെയിൻ, ദുറ ചോളം, ജവ്വാൽ മൊബൈൽ, പുറത്ത് പന്ത്. അപ്പൊ ഏതെഴുതണം? ഇവിടെ എന്തെഴുതണം? ഇവിടെ എന്തെഴുതണം? ദുറത്ത് അല്ലേ? ദുറത്തുൻ. ഇതോ ട്രെയിൻ നമ്മള് ഖിതാറുൻ. എങ്ങനെ പറയണം? ഖിതാറുൻ. ഇതോ കുറത്ത് അല്ലേ? അപ്പൊ ഖുറത്തുൻ. പിന്നെ ഇത് ഖമീസുൻ. എങ്ങനെ? ഖമീസുൻ. സിമ്പിൾ അല്ലേ? അതെ അല്ലേ? ഇനി നമുക്ക് ചിത്രത്തിലുള്ള ജീവികളുടെയും വസ്തുക്കളുടെയും പേരുകൾ എഴുതാം കേട്ടോ. ഏതാണ് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ മക്കളെ? ഇവിടെ കുറെ അക്ഷരങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇവിടെ റ് ദ് എന്നുണ്ട്. ഏതക്ഷരമാണ് അപ്പോ? വ അല്ലെ? വർദുൻ. പിന്നെ ആരാണ്? റ് നബുൻ. ഇവിടെ ആരാ ഉള്ളത്? അർനബുൻ എന്ന് എഴുതണം. പിന്നെ അടുത്ത ഏതാ? അടുത്തത് ഇവിടെ കിർദ് ഉണ്ട് അല്ലെ? കിർദ് എന്ന് എഴുതണം. അപ്പൊ കിർദുൻ, കിർദുൻ എഴുതി. പിന്നെ ഇതാരാ? ലബിയാണ്. അപ്പൊ ലബിയുൻ, ലബിയുൻ അല്ലെ? പിന്നെ ഇതാരാണ്? ഫീൽ. അപ്പൊ നമ്മള് ഫീലുൻ. പിന്നെ ഇവിടെ ഫീലിന്റെ അടുത്തൊരു സാധനം കൂടി ഉണ്ടല്ലോ. എന്താണിത്? പന്ത്. അപ്പൊ നമ്മളത് ഖുറത്തുൻ എന്ന് എഴുതണം. ഖുറത്തുൻ എഴുതണം. ഓക്കെ, ഇത്രയാണ് മക്കളുടെ ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളും. സിമ്പിൾ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് മക്കൾ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.